ഹായ്, എൻ്റെ ഒരു ഹൃദിക് എന്നാണ്. കാലിക്കറ്റ് തന്നെയാണ് വീട്. ഞാൻ ആക്ച്വലി 2020 ഡിഗ്രി കഴിഞ്ഞ ഒരാളായിരുന്നു. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് മുന്നോട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് കോവിഡിൻ്റെ സമയത്തായിരുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞത്. അപ്പോൾ വീട്ടിൽ ഫിനാൻഷ്യലി ഭയങ്കര ബാഡായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള ടൈമായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലിയിലേക്ക് പോകണം എന്നുള്ളത് എന്തുകൊണ്ടും അത്യാവശ്യമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ആദ്യം ഞാൻ ICICI ബാങ്കിൽ ജോലിക്ക് കയറുന്നു. പിന്നെ അതിൽ നിന്ന് മാറി ഞാൻ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലേക്ക് ജോബ് ചെയ്യുന്നു. പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് എൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഡിഗ്രിയിൽ സ്റ്റഡീസ് നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിൽ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വീട്ടിൽ അത്രയും ഈ EMIs ഉണ്ട് കാര്യങ്ങൾ. നമുക്കപ്പോൾ ജോലി നിർത്തിയിട്ട് പിന്നും പഠിക്കാൻ പോകുക എന്നുള്ളതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ടൈമായിരുന്നു. ഒരു 2021-22 ആ ടൈമിലൊക്കെ. മെയിൻ ഇഷ്യൂസ് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ കാനഡയിൽ പോകുന്നു, UK പോകുന്നു. അപ്പോൾ നമ്മൾ മാത്രം ഒരു സെയിൽസ് ജോബിൽ സ്റ്റക്കായി പോവുമോ, കരിയർ എന്താവും എന്നൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള ടെൻഷനായിരുന്നു. അങ്ങനെ ഒരു മൂമെൻറ്റ് എത്തിയപ്പോൾ ഭയങ്കര ലോ ആകാൻ തുടങ്ങി. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും സന്തോഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ലോ ആയ സമയത്തെത്തി. അപ്പോൾ ഒരു ടൈം എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തി. അങ്ങനെ ഞാൻ ഇനി എന്ത് ചെയ്യാന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഞാൻ ആദ്യം എനിക്ക് ഫിനാൻസ് സെക്ടർ ഇഷ്ടമായിരുന്നു. അപ്പം സെയിൽസ് പണ്ട് ഞാൻ ഗ്രാജുവേഷൻ BSc മാത്സ് ആയിരുന്നു പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പോകാൻ ഉള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും ഒരു സെയിൽസ് കരിയറിൽ നിന്നിട്ടുണ്ട് CA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് എന്നിൽ തന്നെ ഡൗട്ടായിരുന്നു. അപ്പം ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് CMA USA എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ഭയങ്കരമായിട്ട് പ്ലേസ്മെൻറ്റ്സും ഫ്യൂച്ചറിൽ കരിയർ ഗ്രോ ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു കോഴ്സാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് മനസ്സിലായപ്പോൾ തന്നെ ഞാനത് ഇനി നെക്സ്റ്റ് എന്ത് എന്നുള്ളതിൽ ഇനിയിപ്പോൾ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു വേണ്ടത്. അപ്പം ആക്ച്വലി ഞാൻ ആ സമയത്ത് കേരളത്തിലൊരു 10ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ CMA USA പറ്റി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അറ്റ്ലാസ്റ്റ് ഞാൻ ചാണക്യയിൽ ലാൻഡ് ചെയ്യാണ്. ചാണക്യയിൽ ഒരു ബെനിഫിറ്റ് എന്താ എനിക്ക് കിട്ടുക, ഞാൻ സെയിൽസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചാണക്യ ഒരിക്കലും എന്നെ ഫോഴ്സ് ചെയ്തില്ല, നിങ്ങൾ ഇവിടെ ചേരൂ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ചെയ്തിട്ടില്ല. ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു എനിക്ക് ചാണക്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ചാണക്യയുടെ റിസൾട്ടായിരുന്നു ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത്. അപ്പോൾ ഞാൻ ചാണക്യയുടെ ഓൺലൈൻ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നന്നാവും എന്ന് പറയുന്ന പോലെയായിരുന്നു എനിക്ക് ചാണക്യ. എന്ന് വെച്ചാൽ അത്രയും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഫാക്കൽറ്റീസിൻ്റെ ഒരു എക്കോസിസ്റ്റം ചാണക്യയിലുണ്ടായിരുന്നു. അജി സാറായാലും, അഖിൽ സാറായാലും, സുജിത് സാറായാലും, ബാലു സാറായാലും, നമുക്ക് ഏതൊരു ടൈമിലും നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ തരുന്ന രീതിയിലുള്ള ഫാക്കൽറ്റീസ് ആയിരുന്നു ഇവിടെ ഉള്ളത്. ഞാൻ ഓൺലൈനായിട്ടായിരുന്നു പഠിച്ചിരുന്നത്, അതായത് ഓൺലൈൻ പ്രോഗ്രാമിലായിരുന്നു എൻറോൾ ചെയ്തത്. പക്ഷേ എനിക്ക് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കാലിക്കറ്റ് ടൗണിലൊക്കെ ജോലിയുള്ള സമയങ്ങളിൽ ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ചിലപ്പം പഠിക്കാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ജോലി കഴിഞ്ഞിട്ട് നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരും. അപ്പോൾ എനിക്കൊരാൾക്ക് വേണ്ടി മാത്രം ഫുൾ ക്ലാസ് ലൈറ്റ് AC ഒക്കെ ഓൺ ആക്കിയിട്ട് ഇവിടുന്ന് എനിക്ക് പഠിക്കാനുള്ളൊരു സിറ്റുവേഷൻ ചാണക്യ പ്രൊവൈഡ് ചെയ്ത് തരാറുണ്ടായിരുന്നു. വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമോ എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു ചാണക്യ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ടെൻഷൻ ഇല്ലായിരുന്നു, നമ്മൾ എക്സാം പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു ടെൻഷൻ ഇല്ലായിരുന്നു. നമുക്ക് അത്രയും ബാക്കപ്പ് ഉണ്ടായിരുന്നു. അത്രയും ഒരു ക്രീമായിട്ടുള്ള റിസോഴ്സാണ് ചാണക്യയുടെ ഫാക്കൽറ്റീസ്. അത് തന്നെയാണ് ചാണക്യയുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് റെഗുലറായിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ തരാറുണ്ടായിരുന്നു. പിന്നെ സബ്ജക്റ്റിൽ ഭയങ്കര ഡീപ്പായിട്ട്, ഞാനൊരു നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരുന്നു, ഞാൻ BSc മാത്സ് ആയിരുന്നു. നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് പോലും ഒരിക്കൽ പോലും എനിക്കൊരു സബ്ജക്റ്റ് പോലും എന്നെക്കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ സ്റ്റക്കായി പോയി നിന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിട്ടില്ലായിരുന്നു. ആൻഡ് പാർട്ട് 2 ആയിരുന്നു ഞാൻ ആദ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർട്ട് 2 ഡെയിലി ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ജോലി ചെയ്തുകൊണ്ട് CMA ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ ഞാൻ ആക്ച്വലി പാർട്ട് 2 ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഡെയിലി ഒരു 2 hour മാക്സിമം സ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പാർട്ട് 2 ഒക്കെ വളരെ ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആരെങ്കിലും ഇപ്പോൾ ഒരു ജോലി, അതായത് ഒരു കരിയർ ചേഞ്ച് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, വേറൊരു സെഗ്മെൻറ്റിൽ നിന്ന് ഫൈനാൻസിലേക്കൊക്കെ ഒരു കരിയർ ചേഞ്ച് ആഗ്രഹിക്കുന്ന ആളാണ്, ഇപ്പോൾ വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, അങ്ങനെയൊക്കെ ചലഞ്ചസ് ഉള്ളിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചാണക്യ ചൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ചാണക്യ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അത്രയും നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ള എക്കോസിസ്റ്റം ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ഞാൻ. ആക്ച്വലി ഞാൻ 2022 സ്റ്റക്കായി നിന്നിട്ടുള്ള ഒരാളായിരുന്നു.
ഇപ്പോൾ ഒരു 3 വർഷത്തിന് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഞാൻ എന്നെ സ്റ്റക്കായിരുന്ന സമയത്ത് എന്നെ സഹായിച്ച കുറച്ച് ചുറ്റും നമുക്ക് കുറച്ച് നല്ല ആളുകൾ വരും. അതിലൊന്നായിരുന്നു ചാണക്യ. അപ്പോൾ താങ്ക് യു ചാണക്യ.